ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്സ് കോർണർ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മാവില ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. 6 മാവിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ നമുക്ക് പകുതി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി മാവിലയുടെ നടുവിലത്തെ പോർഷൻ ഇങ്ങനെ കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇങ്ങനെ ചെയ്യണം. ഇനി ഇതൊന്ന് കീറി ചെറുതാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവില നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുപ്പ് വേണ്ടാത്തവർക്കാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാവില ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മാവില ജ്യൂസ് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെയും ബൈ.